ഹായ് എവ്രിവൺ, ഇന്ന് മുതൽ നമ്മൾ CSAT-ൻ്റെ ഒരു പുതിയ സെഷൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ നമ്മൾ CSAT-ൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള PYQs ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. CSAT-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. അത് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ റിയൽ നമ്പേഴ്സ്, നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പേഴ്സിനെയും നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയും. റിയൽ നമ്പേഴ്സ് രണ്ട് കാറ്റഗറീസ് ആണ്, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, അതായത് 1/2 അല്ലെങ്കിൽ 1/3, നെഗറ്റീവ് -1/2, -1/3, അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സോ പോസിറ്റീവ് നമ്പേഴ്സോ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഫോമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. ഇനി ഈ ഒരു റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഡെസിമൽ ഫോമാറ്റിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.5, അതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആണ്. അതുപോലെ തന്നെ 1/3 ആണെങ്കിൽ അത് 0.333, അതായത് 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് ടെർമിനേറ്റിംഗ് അല്ല. അപ്പോൾ ഈ ഒരു റാഷണൽ നമ്പേഴ്സ് നമുക്ക് രണ്ട് രീതിയിലാണ്, ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ റെക്കറിംഗ് ആയിരിക്കും, അതായത് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇവിടെ ഒരു ഇറാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് 0.134620075 അങ്ങനെ പോകുന്ന ഒരു നമ്പർ, അതായത് അതൊരു നോൺ ടെർമിനേറ്റിംഗ് നമ്പറാണ്, അതുപോലെ തന്നെ നോൺ റെക്കറിംഗും ആണ്. ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ് √2, √5, പൈ. എല്ലാ നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്സും ഇറാഷണൽ നമ്പേഴ്സാണ്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാറ്, കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ നമ്പേഴ്സിനകത്തേക്ക് നമ്മൾ 0 കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾ നമ്പേഴ്സ് ആവും. ഈ ഹോൾ നമ്പേഴ്സിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിനകത്ത് ഫ്രാക്ഷൻസും കൂടെ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതൊരു റാഷണൽ നമ്പർ ആവും. ഈ ഒരു ഇൻഡിജേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്നും നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. 0 ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ അതിനെ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ആ പാർട്ടിനെ വേണമെങ്കിൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് 1 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും. 0 ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്തല്ല, നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ പോസിറ്റീവ് ഇൻഡിജേഴ്സിനകത്തും നെഗറ്റീവ് ഇൻഡിജേഴ്സിനകത്തും നമുക്ക് 0 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിജേഴ്സ് നമുക്ക് ഈവൻ ഓർ ഓഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്, അല്ലാത്തവ ഓഡ് നമ്പേഴ്സ് ആണ്. നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെയും ഓഡ് നമ്പേഴ്സിൻ്റെയും പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഞാനിപ്പോൾ സപ്പോസ് 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 1ഉം 3ഉം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4, ഒരു ഈവൻ നമ്പറാണ്. അതായത് 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഒരു ഈവൻ നമ്പറാണ്. അതേ സ്ഥാനത്ത് ഒരു 3 ഓഡ് നമ്പേഴ്സ് 1ഉം 3ഉം 5ഉം ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ ഒരു ഓഡ് നമ്പറാണ്. 9 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് വരുന്നതൊരു ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എത്ര ഓഡ് നമ്പേഴ്സ് ആണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് ആൻസർ വരിക. സപ്പോസ് നമ്മളൊരു ഈവൻ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്, അതായത് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനിപ്പം 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. അതുപോലെ ഞാനൊരു 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം 1, 3, 5, 7 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അതേ സ്ഥാനത്ത് ഞാനൊരു ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുക ഓഡായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കേസ് നന്നായിട്ട് ഓർക്കണം. അതായത് ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഓഡ് നമ്പർ ആയിരിക്കും. അതേപോലെ ഈവൻ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇത് അഡീഷനിൽ മാത്രമല്ല, നമുക്ക് സബ്ട്രാക്ഷനും ഇതേ സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇപ്പം ഞാൻ 2 ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെ ഞാൻ 3ഉം 1ഉം എടുത്തു കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് 2 ആണ്, അതൊരു ഈവൻ നമ്പറാണ്. സോ സബ്ട്രാക്ഷൻ്റെ കേസും അഡിഷൻ്റെ കേസും ഒരേപോലെയാണ്. 2 ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതേ സ്ഥാനത്ത് ഞാൻ 3 ഓഡ് നമ്പേഴ്സാണ് സബ്ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് റിസൾട്ട് വരുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പം അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ എന്നുള്ളത് അവിടെ മാറ്റർ അല്ല, എത്ര നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2
രണ്ടും അഡീഷനും സബ്ട്രാക്ഷനും ഒരുമിച്ച് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ആൻസറിൽ വരുന്നത് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും. അതൊരു ഈവൻ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് വരുന്നത് ഒരു ഈവൻ നമ്പറും, ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് വരുന്നത് ഒരു ഓഡ് നമ്പറും ആയിരിക്കും. അതേപോലെ നമുക്ക് രണ്ട് ഈവൻ നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത്, ഇപ്പം ഞാൻ 2ഉം 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 6 ആണ്. അതായത് രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതിപ്പം ഞാൻ 2 എന്നല്ല 3ഓ എത്ര ഈവൻ നമ്പേഴ്സ് മാത്രമാണെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഈവൻ നമ്പേഴ്സ് തന്നെയായിരിക്കും. അതിൽ ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറുമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ, ഇവിടെ ഞാൻ 1ഉം 4ഉം ആഡ് ചെയ്തപ്പോൾ 5 ഒരു ഓഡ് നമ്പറാണ്. അതായത് ഓഡ് നമ്പറും ഈവൻ നമ്പറുമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൾവേസ് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഇത് നമുക്ക് സബ്ട്രാക്ഷൻ്റെ കേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതേപോലെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇപ്പം ഞാൻ 2 ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഒരു ഓഡ് നമ്പറാണ്. ഇനി ഇതിന് പകരം ഞാൻ 3 ഓഡ് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലും എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, എത്ര ഓഡ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ആൻസർ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതേ സ്ഥാനത്ത് ഇതിലേതെങ്കിലും ഒരു നമ്പറെങ്കിലും ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ, ഓഡ് ഇൻറ്റു ഈവൻ അല്ലെങ്കിൽ എത്ര ഓഡ് നമ്പേഴ്സ് വന്നിട്ടും അതിനകത്ത് മൾട്ടിപ്ലിക്കേഷനകത്ത് ഒരെണ്ണമെങ്കിലും ഈവൻ നമ്പർ വന്നാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇതേ സ്ഥാനത്ത് നമുക്ക് പവേഴ്സ് വെച്ച് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഒരേ നമ്പറിനെ 3 തന്നെ ഞാൻ ഇപ്പം ഒരു 99 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതിനെ 3⁻99 എന്ന് എഴുതാൻ പറ്റും. ഈ 3⁻99 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? അതിലെല്ലാം ഓഡ് നമ്പേഴ്സ് മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആൻസർ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഓഡ് നമ്പർ റേസ് ടു എനി നമ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഇതേപോലെ ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് ഏത് നമ്പർ വന്നാലും അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പം ഈ ഒരു 4 പോയിന്റ്സ് നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UPSCക്ക് അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അടുത്ത കാറ്റഗറിയാണ് പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നമ്പറിനാണോ എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് ഉള്ളത്, അതായത് 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് 2 എടുക്കാം. 2-ന് 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. അതുപോലെ 3 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. ഇതുപോലുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്. ഇതിനകത്ത് ആകെ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നതും 2 തന്നെയാണ്. ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സാണ്. നോർമലി ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൈം നമ്പേഴ്സും ഓഡും ഈവൻ പ്രോപ്പർട്ടീസും കമ്പൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ് വരുന്നത്. എക്സാമ്പിളായിട്ട് 4 കൺസിഡർ ചെയ്യാം. 4ന് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് 1ഉം 2ഉം 4ഉം ഉണ്ട്. ഇവിടെ 3 ഫാക്ടേഴ്സ് വന്നു. അപ്പോൾ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. 1ന് ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1ന് ആകെ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, 1. സോ 1ന് 2 ഫാക്ടറും ഇല്ല, 2ൽ കൂടുതൽ ഫാക്ടറും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പ്രൈം നമ്പർ എന്നോ കോമ്പോസിറ്റ് നമ്പർ എന്നോ പറയാൻ പറ്റില്ല. സോ 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് നമ്പർ. ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള PYQs ചെയ്യാം. അതിൽ 24ൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, let PQRS be distinct positive integers and let PQ be odd and R and S be even. Consider the following statement. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാമാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കണ്ടീഷൻ Pയും Qയും ഓഡാണെന്നറിയാം, ആറും എസും ഈവൻ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. ഇവിടെ നമുക്ക് എസ് ഈവൻ ആണെന്നറിയാം. ഈ മൾട്ടിപ്ലിക്കേഷനകത്ത് ഒരു ടേം എസ് ആണ് വന്നിരിക്കുന്നത്. സോ Q ഇൻറ്റു എസ് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതിനെ നമ്മൾ P-R² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അതേപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതും മൾട്ടിപ്ലിക്കേഷനാണ്. Q-S-ഉം Q² എസും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ എസ് ഒരു ഈവൻ നമ്പറാണ്. അപ്പം ഈവൻ നമ്പർ ഇൻറ്റു എനി നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈവൻ നമ്പറാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നത് ഇവിടെ Q+R, Q ഒരു
ഓഡ് നമ്പറാണ്, 6 ഒരു ഈവൻ നമ്പറാണ്. ഓഡ് നമ്പറും ഈവൻ നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ പി പ്ലസ് എസ്, പി എന്ന് പറയുന്നത് ഓഡാണ്, എസ് എന്ന് പറയുന്നത് ഈവൻ ആണ്. ഓടും ഈവനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഓഡാണ്. ഇതിൻ്റെ ഓടിൻ്റെ പവറായിട്ട് ഇവിടെ 2 വന്നു. ഓടിൻ്റെ പവർ എന്താണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓടിൻ്റെ ഏത് പവേഴ്സ് വന്നാലും അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. സോ ഓഡ് ഇൻറ്റു ഓഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഓഡാണ് വരുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഇതിനകത്ത് വരുന്നത് 1, 2 ആൻഡ് 3 എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ട് വരുന്നതാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നതിനേക്കാളും ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടൈം എടുക്കും. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്പീഡ് കൂടുതൽ കിട്ടും. ഇത് 23-ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 3 of the 5 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് പി ക്യു ആർ എസ് ടി ആർ ഈവൻ ആൻഡ് 2 of them are odd. എന്നിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ 24-ൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഏതെല്ലാം ഈവൻ ഏതെല്ലാം ഓഡ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഓർഡറിലും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പി ക്യു ആർ എസ് ടിക്ക് അകത്ത് നമുക്കറിയാവുന്ന കാര്യം 3 നമ്പേഴ്സ് 3 ഈവൻ ആണ്, അതുപോലെ 2 ഓഡാണെന്നുള്ള കണ്ടീഷൻ മാത്രമാണ് നമുക്കറിയാവുന്നത്. അത് ഏത് വാല്യൂസ് വേണമെങ്കിലും, അതായത് പി ക്യു ആർ എസ് ടിയിൽ ഏതൊരു 3 വേണമെങ്കിലും ഓഡാവാം. പി ക്യു ആർ എസ് ടിയിലെ ഏതെങ്കിലും 3 വേണമെങ്കിൽ ഈവൻ ആവാം, 2 ഓഡാവാം. അപ്പോൾ അതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് നോക്കാം. പി പ്ലസ് ക്യൂ പ്ലസ് ആർ മൈനസ് എസ് പ്ലസ് ടി. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം അഡിഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ഈവൻ നമ്പേഴ്സിൽ അതൊരു മാറ്റർ അല്ല. അപ്പോൾ ഓഡാണോ ഈവൻ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ എനിക്കറിയാവുന്നത് 3 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഇതിനിടയിൽ അഡിഷനോ സബ്ട്രാക്ഷനോ ഏത് വേണമെങ്കിലും വരാം. അല്ലാതെ എനിക്കുള്ളത് 2 ഓഡ് നമ്പേഴ്സാണ്. അവിടെയും നമുക്ക് ഓഡ് നമ്പേഴ്സ്, അവിടെയും നമുക്ക് അഡിഷനോ സബ്ട്രാക്ഷനോ ആവാം. അപ്പം നമുക്കറിയാവുന്നത് 3 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്ത് ചെയ്താലും അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. 2 ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും എന്താണ്? ഈവൻ നമ്പറാണ്. ഈ 2 ഈവൻ നമ്പേഴ്സിൻ്റെ ഇടയിലും അഡിഷൻ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് പി ക്യു ആർ എസ് ടിയിൽ ഏതെങ്കിലും 3 ഈവനും 2 ഓടും ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതേപോലെ നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കാം. രണ്ടാമത്തെ കേസ് എടുത്താൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഡെഫിനറ്റ്ലി ഓഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഓഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഈവൻ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് മാറും. അപ്പം ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ക്യൂവും ടിയും ഞാനൊരു ഓഡ് നമ്പേഴ്സായിട്ട് എടുത്തു. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ബാക്കി 3 ഈവൻ നമ്പറാണ്. ഈവൻ നമ്പേഴ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഈവൻ പ്ലസ് ഓഡ് പ്ലസ് ഈവൻ മൈനസ് ഈവൻ പ്ലസ് ഓഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അഡിഷനോ സബ്ട്രാക്ഷനോ എന്ത് തന്നെയാണെങ്കിലും 3 ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈവൻ ആയിരിക്കും. ഇവിടെയും 2 ഓഡ് നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ 2 ഓഡ് നമ്പേഴ്സും ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ആണ് വരുന്നത്. അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ആ സിമ്പിൾ അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ആൻസർ എഗെയിൻ കിട്ടുന്നത് എന്താണ്? ഈവൻ ആണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഓഡെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇനി അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ 1 മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യാം. ഞാനിപ്പം ഇതിനെ മാറ്റിയിട്ട് ഡെഫിനറ്റ്ലി ഓഡ് എന്നുള്ളതിന് പകരം ഡെഫിനറ്റ്ലി ഈവൻ പറഞ്ഞാൽ കറക്റ്റ് ആവുമോ അങ്ങനെയും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഈവൻ കറക്റ്റ് ആവുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൽ ഞാൻ ഒരെണ്ണം മാത്രം, സപ്പോസ് ടി അല്ലെങ്കിൽ ക്യൂ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ ഞാൻ ഓഡായിട്ട് എടുത്തു. അപ്പോൾ സപ്പോസ് ഞാൻ ടി ആണ് ഓഡായിട്ട് എടുത്തത്. അപ്പോൾ ഇത് ഓഡാണെങ്കിൽ ഞാൻ പി ആണ് വേറൊരു ഓഡ് നമ്പർ എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള 3 എന്തായിരിക്കും? ക്യൂവും ആറും എസും ഈവൻ നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് ഓഡ് നമ്പർ എന്ത് തന്നെയായി മാറും? ഈവൻ ആയിരിക്കും. അപ്പോൾ ഈവൻ പ്ലസ് ഈവൻ പ്ലസ് ഈവൻ പ്ലസ് മൈനസ് ഈവൻ പ്ലസ് ഓഡ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. അതായത് 4 നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ആഡ് ഓർ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. ലാസ്റ്റ് 1 ഒരു ഓഡാണ്. ഈവനും ഓഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഓഡായി വരും. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഈവൻ എന്നും ഈ ഒരു കേസസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഓഡെന്നോ ഡെഫിനറ്റ്ലി ഈവൻ എന്നോ ഈ തന്നിരിക്കുന്ന ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡെഫിനറ്റ്ലി ഓഡാണ്, അതല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ നമുക്ക് 1 ആണ് കറക്റ്റ്. നമ്മളതിനെ മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈവൻ എന്നുള്ള കേസും ഇതിനകത്ത് പോസിബിൾ ആവുന്നതല്ല. ഇതും 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെയും 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതായത് പി ഒരു പ്രൈം നമ്പറാണ്, സി ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. പി പ്ലസ് സി ബൈ പി മൈനസ് സി ക്യാൻ ബി ഈവൻ എന്നാണ് പറഞ്ഞത്. ക്യാൻ ബി ഈവൻ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. ക്യാൻ ബി ഈവൻ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈവൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പക്ഷേ മസ്റ്റ് ബി ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ എന്ന് നോക്കണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഓടാണെങ്കിൽ അത് തെറ്റാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഇപ്പം ക്യാൻ ബി ഈവൻ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു വാല്യൂസിൽ ഒരു പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും യൂസ് ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് ഈവൻ കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിപ്പം പ്രൈം നമ്പറായിട്ട് 11 എടുത്തു, കോമ്പോസിറ്റ് ആയിട്ട് 9 എടുത്തു. അപ്പോൾ 11 + 9 / 11 - 9 എടുക്കുവാണെങ്കിൽ എനിക്ക് 20/2 ആ വരുന്നത്, 10. അതൊരു ഈവൻ നമ്പറാണ്. സോ ഫസ്റ്റ് 1 കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തേൽ നിങ്ങൾ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു പ്രൈം നമ്പർ എടുത്തു. ഈ പ്രൈം നമ്പർ ഈവൻ പ്രൈം നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡ് പ്രൈം നമ്പറോ ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഈവൻ ആയിരിക്കും. സോ 2 × വന്നതുകൊണ്ട് അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. ഇനി ഇവിടെ ഞാൻ ഈ ആഡ് ചെയ്യാൻ എടുക്കുന്ന കോമ്പോസിറ്റ് നമ്പർ ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ എടുത്താൽ മതി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 9 പോലത്തെ ഒരു നമ്പർ എടുത്താൽ മതി. അപ്പം ഈവനും ഓടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഓടാണ് കിട്ടുക. അപ്പം 2p + c ക്യാൻ ബി ഓഡ് എന്നുള്ളതും കറക്റ്റാണ്. അടുത്തത് പി ഇൻറ്റു സി ക്യാൻ ബി ഓഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഏതെങ്കിലും ഒരു ഓഡ് പ്രൈം നമ്പർ എടുക്കുക, സി ഏതെങ്കിലും ഒരു ഓഡ് കോമ്പോസിറ്റും എടുക്കുക. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ഇൻറ്റു ഓഡ് എന്നുള്ള ഫോർമാറ്റിലാണ് വരിക. നമുക്ക് ആൻസർ എന്തായിരിക്കും, ഓഡായിരിക്കും. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരിക. 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.